ഇന്നത്തെ കത്ത് വായിക്കാം. എവിടുന്നാണ്? ചെങ്ങന്നൂരിൽ നിന്ന് അനീഷാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നല്ല ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ശമ്പളം വെട്ടിച്ചുരുക്കി. ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും അറിഞ്ഞു. ഈ കമ്പനിയിൽ തുടരുവാൻ സാധിക്കുമോ? ശമ്പളം പഴയതുപോലെ ആകുമോ? ഡേറ്റ് ഓഫ് ബർത്ത്, സമയം എന്നിവ അയക്കുന്നു. ആയില്യം നക്ഷത്രമാണ്, കർക്കടക രാശിയാണ്. 5 വയസ്സുവരെ ബുധദശ ലഭിച്ചു ഇദ്ദേഹത്തിന്. 12 വയസ്സുവരെ കേതുദശയും 32 വയസ്സുവരെ ശുക്രദശയും ലഭിച്ചു കഴിഞ്ഞു. 32 വയസ്സ് മുതൽ ആദിത്യ ദശയാണ് 38 വയസ്സുവരെ. അതിൽ ആദിത്യ ദശയിലെ സർപ്പാപഹാരമാണ് 11 മാസം. ആദിത്യനും സർപ്പവുമായി അത്ര നല്ല ലോഹ്യത്തിലല്ല. കാരണം പുരാണം, പൗരാണികം, വേദാന്തം, യുക്തി, സയൻസ് എല്ലാത്തിലും സൂര്യഗ്രഹണം, അതായത് രാഹു വിഴുങ്ങുന്നു എന്നാണ് സൂര്യനെ. അതായത് ഭൂമിയിൽ നിന്ന് അത് അനുഭവിക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം തടസ്സപ്പെടുത്തുന്നു. ആ തടസ്സപ്പെടുത്തുന്ന നിഴലാണ് രാഹു, അതായത് പോയിസൺ. നിഴൽ വീണ് കഴിയുമ്പോൾ ആ പ്രകാശരശ്മി സൂര്യൻ്റെ പതിക്കാത്തളം അവിടെ രോഗാണുക്കളും വിഷവും കയറുന്നു. അതുകൊണ്ടാണ് ഗ്രഹണം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അതിനെ പൗരാണിക രീതിയിൽ പാമ്പ് വിഴുങ്ങുന്നു എന്നാണ്. അന്നത്തെ ഭാഷയിൽ പാമ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ നിഴലിനെ ആയിരിക്കണം, അല്ലെ വിഷത്തെ ആയിരിക്കണം. ഏതായാലും ഭൂമിയിലെ സർപ്പവും പാമ്പുമായി ഈ ഗ്രഹണത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിന് പോലും വിഷമുണ്ടെന്നാണ്. അതല്ലെങ്കിൽ തന്നെയും വിഷനിപ്തമായിട്ടുള്ള കൊറോണ പോലെയുള്ള ആ കാലഘട്ടങ്ങളിൽ നാം ചിന്തിച്ചിട്ടുണ്ടോ, അന്യരെ തുടരുത്, ഉപയോഗിച്ച വസ്തുക്കൾ വീണ്ടും കഴുകി ശുദ്ധമാക്കണം, ഇരിപ്പിടം, കിടപ്പിടം, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഉണക്കണം, പരസ്പരം തുടരുത്, 2 നേരവും സോപ്പിട്ട് 3 നേരവും സോപ്പിട്ടൊക്കെ കഴുകണം എന്ന് പറഞ്ഞാൽ വിഷനിമുക്തമായിരിക്കുന്നു എന്നാണ്. അതുപോലെ ആഹാരങ്ങൾ ഗ്രഹണ സമയത്ത് വെച്ച ആഹാരങ്ങളെല്ലാം കളഞ്ഞ് പുതിയ ആഹാരങ്ങൾ വെക്കണം. പഴയ കാലത്ത് ഗ്രഹണ സമയത്ത് ആറ്റിൽ കൊണ്ടുപോയി കിടക്കുന്ന പായും തലേണ എല്ലാം കഴുകി ശുദ്ധമായിട്ട് കൊണ്ടുവരണം. നമ്മുടെ വലിയ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ അങ്ങനെ ആയിരുന്നു. എല്ലാ മതവിഭാഗങ്ങളും അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷേ അതിനെ മൗനമായി ആദരിച്ചിരുന്നവരുമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് തെറ്റെന്നും ശരിയെന്നും പറയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരുമുണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്. കാരണം ഇത് കൂടുതൽ ഹിന്ദുക്കളാണ് ആദരിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ള മതസ്ഥർ ഇത് കണ്ട് പുച്ഛിക്കുന്നില്ല, പക്ഷേ ഇതിനെ എന്തോ സത്യമുണ്ട് എന്നുള്ള ഒരു രീതിയിൽ മൗനം. പക്ഷേ പിന്നീട് ഇത് മനസ്സിലായി അണുബാധകൾ വരുന്നു എന്നുള്ളത് ഈ കൊറോണയോട് കൂടി ജനങ്ങൾക്ക് ഏതാണ്ടൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്രഹണം തന്നെയാണ് സൂര്യദശയിലെ സർപ്പ അപഹാരം. സർപ്പം അപഹരിക്കുന്നു എന്നാണ്, പാമ്പ് അപഹരിക്കുന്നു. അതായത് ഒരു 11 മാസം. ഈ സമയങ്ങളിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ കുടുംബം, തൊഴിൽ, ആരോഗ്യം, സാമ്പത്തികം, ദാമ്പത്യം, സമ്പാദ്യം, മനസ്സംതൃപ്തി, പേരെ പ്രസിദ്ധി, സ്ഥാനമാനങ്ങൾ, ഇങ്ങനെയുള്ളതിൽ വിഷം പ്രവേശിക്കും. കാണാൻ പറ്റുന്നില്ലെങ്കിലും ചിലപ്പോൾ സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗമായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ വായുക്കൾ ശ്വസിച്ചും കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാകാം. ചിലപ്പോൾ കൊറോണ പോലെയുള്ള രോഗാണുക്കൾ പ്രവേശിക്കുന്നുണ്ടാവാം. ശരീരത്തിൽ രോഗാണുക്കൾ വർദ്ധിക്കും. ഉള്ള രോഗാണുക്കൾ ശക്തി കൂട്ടും. മറ്റേതെങ്കിലും കെമിക്കൽ ആക്സിഡൻറ്റ് സംഭവിക്കാം. ഇതെല്ലാം സർപ്പ അപഹാര കാലഘട്ടത്തിലാണ്, പ്രത്യേകിച്ച് സൂര്യദശയിൽ. മരണാനന്തര കർമ്മങ്ങൾ പങ്കെടുക്കേണ്ടി വരും. ആശ്രിതരോ വേണ്ടപ്പെട്ടവരോ മരിച്ചു പോയിട്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരിക,
അത് പിതൃവഴിയിലായിരിക്കും കൂടുതൽ. ആദിത്യനിൽ അച്ഛൻ വഴി അലച്ചിലും കഷ്ടപ്പാടും ദുരിതവും. അപ്പം സർപ്പം അപഹരിക്കുന്ന ആദിത്യ ദശയിലെ മുന്നറിയിപ്പില്ലാതെ സാമ്പത്തിക നഷ്ടം, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അപമാനിതനാകുക, ശത്രുക്കളുണ്ടാകുക, കേസ് വഴക്ക്, ഇതെല്ലാം ഉണ്ടാവും. അത് ജാതി മത വർഗ വർണ്ണ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല രാജ്യാന്തര രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആർക്കും സംഭവിക്കാം. ജാതക നിലയിൽ രാഹുവും സൂര്യനും നല്ല ഉച്ച ബലത്തിൽ നിൽക്കുന്നവർക്ക് അത്രയധികം ക്ലേശം വരികയില്ല. പക്ഷേ എല്ലാവർക്കും സൂര്യനും രാഹുവും അത്ര ബലത്തിലൊന്നും ആയിരിക്കണമെന്നില്ല. ആണെങ്കിൽ പോലും ഈ അപഹാര സമയം ഇതിന് പേരിനെങ്കിലും ഇതൊക്കെ സംഭവിച്ചിരിക്കും. ആ 11 മാസം കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ അപഹാരം വരുമ്പോൾ പഴയ ജോലി വീണ്ടും കിട്ടുകയോ, പുതിയ കമ്പനിയിലേക്ക് കിട്ടുകയോ, പുതിയ സ്ഥാനമാനങ്ങൾ, പേര്, പ്രസിദ്ധി, രോഗികൾക്കാണ് രോഗം മാറ്റം, ദാമ്പത്യപരമായ ക്ലേശങ്ങൾ മാറ്റം, അന്തസ്സ്, അഭിമാനം, ആഭിയാത്യം, കടബാധ്യതകളെ കണ്ട് പരിഹരിക്കുക, സ്വന്തക്കാർ, ബന്ധക്കാർ, മിത്രങ്ങൾ, സാഹോദര്യങ്ങൾ, സൗഹൃദം, മൈത്രി, പഴയ പിണക്കങ്ങൾ മാറ്റി പുതിയ ബന്ധങ്ങൾ കൈകോർക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഇടവരും. സൂര്യനെ സന്തോഷിപ്പിക്കുന്ന സൂര്യഗായത്രി, രാഹുവിനെ പ്രീതിപ്പിക്കുന്ന സർപ്പബലി മുതലായ വഴിപാടുകൾ ശക്തമത്തായിട്ട് ചെയ്യുക. മഹാരോഗങ്ങളും കേസും മഹാനഷ്ടങ്ങളും അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളും മാറി ധന്യമായ ജീവിതം ഉണ്ടാവും.